കൊച്ചി പച്ചാളത്തെ വാടക വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ 5 പേരുടെ പോസ്റ്റ്മോർട്ടം ഇന്നാണ്. ശ്രീകുമാരിയുടെയും മകൾ അശ്വതിയുടെയും പോസ്റ്റ്മോർട്ടം കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ നടക്കും. കുട്ടികളുടെ പോസ്റ്റ്മോർട്ടം എറണാകുളം ജനറൽ ആശുപത്രിയിലാണ് നടക്കുക. വിവരങ്ങളുമായി സജു ചാമക്കാലാണ് കൊച്ചിയിൽ നിന്ന് ചേരുന്നത്. സജു, ഗുഡ് മോർണിംഗ് അഗെയിൻ. ഈ മൃതദേഹങ്ങൾക്ക് 3 ദിവസത്തോളം പഴക്കമുണ്ടെന്നാണല്ലോ വിവരം. എപ്പോഴാണ് പോസ്റ്റ്മോർട്ടം നടക്കുക? കൂടുതലായി നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ്? തിരുവനന്തപുരം സ്വദേശികളാണ് മരിച്ച നിലയിൽ ഇന്നലെ വീട്ടിനുള്ളിൽ നിന്നും കണ്ടെത്തിയിരിക്കുന്നത്. ഒരു കുടുംബത്തിലെ 5 പേർ മരിച്ച നിലയിൽ കണ്ടെത്തിയ വാർത്ത വളരെയധികം ഞെട്ടിച്ചിരുന്നു. എന്തായാലും 2 കുട്ടികളടക്കം 5 പേരുടെ മരണമാണ്. 3 കുട്ടികളടക്കം 5 പേരുടെ മരണമാണ് ഇന്നലെ റിപ്പോർട്ട് ചെയ്തത്. എന്നവരുടെ പോസ്റ്റ്മോർട്ടം നടപടികൾ നടക്കുകയാണ്. എന്തായാലും 2 പേരുടെ മൃതദേഹങ്ങൾ, അതായത് മുതിർന്ന 2 പേരുടെ മൃതദേഹങ്ങൾ കളമശ്ശേരി മെഡിക്കൽ കോളേജിലാണ് പോസ്റ്റ്മോർട്ടത്തിനായി എത്തിച്ചിരിക്കുന്നത്. ഇന്നലെ തന്നെ മൃതദേഹങ്ങൾ അവിടെ എത്തിച്ചിരുന്നു. മൃതദേഹത്തിന് 3 ദിവസത്തെ കാലപ്പഴക്കമാണെന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. ഇവരുടെ മൃതദേഹത്തിന് അരികിൽ നിന്നും ആത്മഹത്യക്കുറിപ്പടക്കം ലഭിച്ചിട്ടുണ്ട്. എന്തായാലും അതായത് ഇവർ 5 പേരും തിരുവനന്തപുരം വിളപ്പിൽശാല സ്വദേശികളാണ്. ആശുപത്രികളുമായി, അതായത് ചികിത്സയ്ക്കായി ബന്ധപ്പെട്ടാണ് എറണാകുളത്തേക്ക് വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പോലീസ് കൃത്യമായിട്ടുള്ള അന്വേഷണം നടത്തുകയാണ്. പ്രത്യേകിച്ച് ഇവരുടെ, അതായത് ഈ മരിച്ച സ്ത്രീയുടെ ഭർത്താവ് ഈ കഴിഞ്ഞിടയിലാണ് മരിച്ചത്. അതുകൊണ്ട് തന്നെ ഇതുമായി ബന്ധപ്പെട്ട് മറ്റെന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്നുള്ള കാര്യമാണ് ഇപ്പോൾ പോലീസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. ആത്മഹത്യയാണെന്നുള്ളതാണ് പോലീസ് ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. പക്ഷേ ഇന്നിപ്പോൾ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കൂടി വന്നെങ്കിൽ മാത്രമേ കൃത്യമായിട്ടുള്ള ഒരു നിഗമനത്തിലേക്ക് എത്താൻ സാധിക്കുകയുള്ളൂ. അത്തരത്തിൽ ഇന്നിപ്പോൾ 3 കുട്ടികളുടെയും 2 മുതിർന്ന 2 സ്ത്രീകളുടെയും പോസ്റ്റ്മോർട്ടമാണ് ഇന്നിപ്പോൾ നടക്കാൻ പോകുന്നത്. വളരെയധികം ഞെട്ടിച്ച ഒരു സംഭവമാണ്. പ്രത്യേകിച്ച് ഒരു കുടുംബത്തിലെ 5 പേർ ഇത്തരത്തിൽ ഒരു ചികിത്സയ്ക്കായിട്ട് എറണാകുളത്തേക്ക് വരുന്നു. അവർ ഒരു വീട് വാടകയ്ക്ക് താമസിക്കുന്നതിന് ശേഷം ഇവർ ആത്മഹത്യ ചെയ്യുന്നു. ഈ ആത്മഹത്യയിലേക്ക് നയിച്ച കാരണം എന്താണെന്നുള്ളടക്കം പോലീസ് ഇപ്പോൾ അന്വേഷണം നടത്തുകയാണ്. കൃത്യമായിട്ടുള്ള നിഗമനത്തിലേക്ക് ഇപ്പോൾ പോസ്റ്റ്മോർട്ടം കഴിയുമ്പോൾ എത്താൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണങ്ങളൊക്കെയും പോലീസിന്റെ ഭാഗത്ത് ഇപ്പോഴും പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. 5 പേരുടെ മരണം റിപ്പോർട്ട് ചെയ്തെങ്കിൽ പോലും ഇതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വിവരങ്ങൾ ഇപ്പോൾ പോലീസ് ശേഖരിച്ചു വന്നിരിക്കുകയാണ്. എന്തായാലും പോലീസിന്റെ പക്കൽ നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് ആത്മഹത്യയാണെന്നാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത്. ഇന്നിപ്പോൾ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടുകൾ കൂടി പുറത്തു വന്നെങ്കിൽ മാത്രമേ കൃത്യമായിട്ടുള്ള ഒരു നിഗമനത്തിലേക്ക്, എന്താണ് മരണകാരണം, അല്ലെങ്കിൽ ഏത് തരത്തിലാണ് മരണം രേഖപ്പെടുത്തിയത് അല്ലെങ്കിൽ മരിച്ചത് എന്നുള്ള കാര്യത്തിൽ കൃത്യമായിട്ടുള്ള ഒരു നിഗമനത്തിലേക്ക് എത്താൻ സാധിക്കുകയുള്ളൂ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.